ഈ ഐക്യപ്പെടൽ എന്ന ആഹ്വാനമുണ്ടാകുന്ന ദിവസങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കൽ നടക്കുന്നതിനിടയിലാണ് രണ്ട് ഹിന്ദു പ്രബല സമുദായ സംഘടനകൾ ഇങ്ങനെ ഐക്യപ്പെടൽ പറയുന്നത്. സ്വാഭാവികമായും അവർക്ക് യോജിക്കാവുന്ന വിഷയങ്ങളുണ്ട്, വിയോജിക്കാവുന്ന വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ ഐക്യം നൽകുന്ന ചില രാഷ്ട്രീയ സൂചനകളുണ്ട്. അത് ആർക്ക് ഗുണം ആർക്ക് ദോഷം എന്നതായിരിക്കുമല്ലോ വിലയിരുത്തപ്പെടുക. ഇതുവരെ പുറത്തു വന്ന പ്രതികരണങ്ങൾ ജാഗ്രതയുള്ളതാണോ? ആ ജാഗ്രത കാട്ടൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഈ ഐക്യം തകർത്തത് അല്ലെങ്കിൽ UDF ആണ് തകർത്തത് എന്നത് വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അപ്പോൾ നേതാക്കൾ പൊതുവിൽ ഈ വിഷയത്തിൽ കാട്ടുന്ന ഒരു ജാഗ്രത എന്താണ്? ഒപ്പം ഈ ഐക്യ നീക്കം എന്ത് പ്രതിഫലനം ഉണ്ടാക്കാനായിരിക്കും സാധ്യത? ശ്രീജിത്ത്, സജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിഷയത്തിലെല്ലാം നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ UDF ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് NSS ഒരു U-ടേൺ എടുക്കുകയും സർക്കാർ അനുകൂല നിലപാടെടുക്കുകയും ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു കാലമായ ഇടതനുകൂല നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അവിടെയാണ് ഞെട്ടിച്ചുകൊണ്ട് സുകുമാരൻ നായർ കൂടി നിലപാടെടുക്കുന്നത്. പക്ഷേ ഈ നിലപാടെടുത്ത ശേഷവും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമുണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും പക്ഷെ അതൊരു മുസ്ലിം മതവിദ്വേഷമായി, വിരുദ്ധ വിദ്വേഷമായി ഫലത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഗുണം മലബാർ മേഖലയിലാകെ UDFനും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൊതുവിൽ കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് UDFന്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് തന്നെ, ഇതൊരു വലിയ ആയുധമാക്കിക്കൊണ്ട്, ഒരു കുന്തമുനയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കാന്തപുരത്തിൻ്റെ പരിപാടിയുടെ വേദിയിൽ പോലും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ നടപടിയെ നേരിട്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഫലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കൂടി വലിയ രീതിയിലൊരു കടന്നാക്രമണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മറുപ്രതികരണമായാണ് വെള്ളാപ്പള്ളി കൊച്ചിയിൽ ഇന്നലെ വൈകുന്നേരം ഈ നിലപാടെടുത്തത്. കേവലം ഈ നിലപാടെടുക്കുമ്പോൾ വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ കാലമായി നിലപാടെടുക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയുടെ സംരക്ഷകനായി G. സുകുമാരൻ നായർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഈ കഥയിലെ, ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റായി എടുത്തു കാണേണ്ടത്. അതാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സർക്കാർ അനുകൂല നിലപാട് NSS അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എടുത്തെങ്കിലും പിന്നീട് അവർ സമദൂര സിദ്ധാന്തമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും NSSനെ കടന്നാക്രമിക്കാൻ UDF നേതൃത്വമോ കോൺഗ്രസോ ഒന്നും അങ്ങനെ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ തിരുവഞ്ചൂരിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അല്ലെങ്കിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ അവിടെ കാട്ടുന്ന കരുതൽ അതാണ്. അതായത് ഫലത്തിൽ വെള്ളാപ്പള്ളിക്ക് G. സുകുമാരൻ നായർ ഒരു പ്രത്യക്ഷ പിന്തുണയും മാത്രമല്ല ഒരു ഐക്യ സന്ദേശവും ഒക്കെ G. സുകുമാരൻ നായർ കൂടി ഫലത്തിൽ അതിനോട് യോജിച്ച് നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. പ്രത്യേകിച്ച് VD സതീശൻ്റെ വലിയൊരു ആയുധം അത് അദ്ദേഹം ഇനി എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. കേവലം ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടത്, വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത് നമുക്കറിയാം 2012 ഐക്യം തകർത്തത് VD സതീശനാണെന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അതിനോട് സുകുമാരൻ നായർ എനിക്കതിനെക്കുറിച്ച് അറിവില്ല, അദ്ദേഹത്തിന് അറിവുള്ള കാര്യമായിരിക്കാം എന്ന് പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയൊരു രാഷ്ട്രീയ സമവാക്യം കൂടി വെള്ളാപ്പള്ളി മുന്നോട്ട് വെക്കുന്നു. അത് നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള ഒരു ഹിന്ദു ഐക്യം ആണ് വെള്ളാപ്പള്ളി 2012 സമയത്ത് ഈ ഐക്യ സമയത്ത് രൂപപ്പെടുത്തി കൊണ്ടുവന്നത് എങ്കിൽ ഇപ്പോൾ അത് നായാടി മുതൽ നസ്രാണി വരെ എന്ന നിലയിലേക്കുള്ള ഒരു മറ്റൊരു പൊളിറ്റിക്സിന് കൂടി അവിടെ കളമൊരുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും സഭകൾ അതിനോട് യോജിക്കാനുള്ള സാധ്യത ഈ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് UDF അനുകൂല നിലപാടുമായാണ് സഭകൾ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുതൽ ഉള്ള BJPയെ കടന്നാക്രമിക്കുന്നു. പല വിഷയങ്ങളിലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം രാജ്യത്താകമാനം പല അതിക്രമങ്ങളും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ആക്രമിക്കുമ്പോൾ ഫലത്തിൽ UDFനെ ചേർത്ത് നിർത്താനുള്ളൊരു നിലപാടാണ് സഭകളും ഒപ്പം തന്നെ ദീപിക ദിനപത്രവും അങ്ങനെ എല്ലാവരും കാട്ടിക്കൊണ്ടിരുന്നത്. അവിടെ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യം ഫലത്തിൽ കോൺഗ്രസിനും UDFനും ദോഷം ചെയ്യും എന്ന നിലയ്ക്ക് ഫലത്തിൽ സഭകൾ ഇതിനോട് യോജിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അവിടെ തന്നെ ഫലത്തിൽ NSSും SNDPയും ഒരു
ഐക്യ ആഹ്വാനവുമായി രംഗത്ത് വരുന്നത് UDF-നെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടർച്ചയായി നടത്തുന്ന പല പ്രസ്താവനകൾ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, KM ഷാജിയെ പോലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, ഇങ്ങനെ പലരും നടത്തുന്ന പ്രതികരണങ്ങളിൽ NSS-ഉം അസ്വസ്ഥരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വെള്ളാപ്പള്ളിക്ക് കേവലം ഒരു വ്യക്തിയെ അതിക്രമിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ ഒരു ഇത്രയും പ്രായമുള്ള ഒരാളെ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ സമൂഹത്തെ ആകെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ വിഭാഗത്തെ ഒഴിവാക്കുന്ന, ഒരു പരിഗണിക്കാതെ പോകുന്ന നിലയിലേക്ക് എന്നൊരു വ്യാഖ്യാനത്തിലൂടെയാണ് ഫലത്തിൽ ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇന്നിപ്പോൾ 11 മണിക്ക് വെള്ളാപ്പള്ളി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷം G. സുകുമാരൻ നായരും പെരുന്നയിൽ ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഈ ഐക്യശ്രമത്തിന് രാഷ്ട്രീയ അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരയിൽ നിന്ന് നസ്രാണിയിലേക്ക് കൂടി പോകുമ്പോൾ അത് ഒരു പരിധിവരെ BJP-യുടെ ഒരു പോളിസി കൂടിയാണ്. അതായത് ക്രൈസ്തവ വോട്ട് കൂടി നേടിക്കൊണ്ട് പലയിടത്തും നേട്ടമുണ്ടാക്കാം എന്നൊരു കരുതൽ അവർ നടത്തുന്നു. ഫലത്തിൽ BJP-യെ സഹായിക്കുക എന്നുള്ളതായിരിക്കില്ല ഇതിൻ്റെ ലക്ഷ്യം. പകരം കോൺഗ്രസ് ഉയർന്നു വന്ന കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി നൽകുക. തുടർച്ചയായി കാന്തപുരത്തിൻ്റെ വേദിയിലടക്കം പോയി നിന്നുകൊണ്ട് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് വളരെ മോശം കാര്യമായി ചിത്രീകരിച്ചുകൊണ്ട് വളരെ നീചമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നതിനെതിരെ അടക്കം സുകുമാരൻ നായർ തന്നെ പറയുമ്പോൾ അത് VD സതീശനും UDF-നും അത് ഒട്ടും എളുപ്പമാകില്ല. അവർക്ക് NSS-നെ കൂടി, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്നത് പോലെ NSS-നെ കൂടി കടന്നാക്രമിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല, രാഷ്ട്രീയ സമയമല്ല കേരളത്തിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സജിത്ത്, അതാണ്. എന്തായാലും ഈ ഐക്യശ്രമത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നമുക്ക് അതിനെയാണ് പരിശോധിക്കേണ്ടത്. ശ്രീജിത്ത്, അല്പം കൂടി തുടരുക. എന്തായാലും ഈ ഐക്യ നീക്കം ഉണ്ടായാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഈ ഐക്യശ്രമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത്തരമൊരു ഐക്യ നീക്കം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. നോക്കാം എന്തൊക്കെയാണെന്നത്. അതായത് ഹിന്ദു ഐക്യമെന്ന വാദമുയർത്തി ഒരു സമ്മർദ്ദ നീക്കത്തിനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പോൾ സംഭവിക്കുന്നതാണ്. ഹിന്ദു ഐക്യമെന്ന വാദമുയർത്തി ഒരു സമ്മർദ്ദ നീക്കത്തിലുള്ള സാധ്യത. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി എന്നുള്ളത് ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്നതിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭ അടക്കമുള്ള ക്രൈസ്തവ നേതൃത്വം ഇതിന് കൈകൊടുക്കാതെ ഇരുന്നാൽ ഒരു ഹിന്ദു ഐക്യശ്രമം അത്തരമൊരു ആഹ്വാനമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ സമ്മർദ്ദ നീക്കമായി മാറുന്നു എന്നതാണ് സംസ്ഥാനത്ത് പൊതുവിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യം. അതായത് മറ്റൊരു രാഷ്ട്രീയം കൂടി ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു രാഷ്ട്രീയം കൂടി നമുക്ക് കൂട്ടി വായിക്കണം. മറ്റൊന്നുമല്ല, ഇരു സമുദായ നേതൃത്വങ്ങളും സർക്കാരിനോട് അടുത്ത് നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് NSS-നും ഇപ്പോൾ അകൽച്ചയ്ക്ക് ശേഷം ഒരു അടുപ്പമുണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പമാണ്. അപ്പോൾ ഇരു സമുദായ നേതൃത്വങ്ങളും സംസ്ഥാന സർക്കാരിനോടും CPM-നോടും പൊതുവിൽ അടുത്ത് നിൽക്കുന്നതാണ്. ഇത് ഇടതുമുന്നണിക്ക് നേട്ടമാകുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ നേട്ടമാക്കാൻ ഇരുവരും ആഗ്രഹിച്ചാലും അത് ആ രീതിയിൽ പ്രതിഫലിക്കുമോ എന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് നമുക്ക് മുന്നിൽ. അത് നമുക്ക് പരിശോധിക്കാം. അടുത്ത ഒരു കാര്യം, ഈ ലീഗിനെതിരായ വെള്ളാപ്പള്ളിയുടെ നീക്കം NSS ഏറ്റെടുക്കാനുള്ള സാധ്യത. അതായത് തുടർച്ചയായി മലപ്പുറം പ്രസ്താവന അടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ വിവാദ നീക്കങ്ങൾ പലത് കണ്ടതാണ്. ഇതെല്ലാം താൻ ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തെയാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അങ്ങനെയെങ്കിൽ ആ നീക്കം NSS-ൽ നിന്ന് അത്ര ശക്തമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഈ ഒരു ഐക്യശ്രമം ഉണ്ടായാൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളിക്ക് പിന്നാലെ NSS നേതൃത്വം കൂടി ആ വാദം ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ്. മറ്റൊന്ന്, UDF വന്നാൽ, കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം UDF സർക്കാർ വന്നാൽ ഒരു ലീഗ് മേധാവിത്വം എന്ന പ്രചരണം ഒന്നുകൂടി ശക്തമാക്കാനുള്ള സാധ്യത ശക്തമാണ്. അതൊരു പക്ഷേ ഉണ്ടായേക്കാം. കാരണം നമുക്കറിയാം 2012 ആ കൂട്ടായ്മ അടക്കം രൂപപ്പെടുന്നത് UDF സർക്കാരിൻ്റെ കീ പൊസിഷനുകളിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നു എന്ന ചിന്തയിൽ നിന്നാണ് ഈ രണ്ട് ഹിന്ദു സംഘടനകളുടെ ഐക്യം അന്നുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം രൂപപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രചരണം കൂടി ഒന്നുകൂടി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, ഇനി ഈ നീക്കമുണ്ടായാൽ അത് ചില മണ്ഡലങ്ങളിലും ഈ സമുദായ ഐക്യം വോട്ടിങ്ങിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഇരു നേതാക്കളുടെയും ഐക്യശ്രമങ്ങൾ ഏതു തരത്തിൽ അതിനെ പ്രതിഫലനമുണ്ടാക്കുമെന്നത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ ആ തരത്തിൽ ജാഗ്രതയോടുകൂടി കാണേണ്ടി വരുന്നു എന്ന
സാഹചര്യം കൂടി ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ ആ തരത്തിലുള്ള ഒരു പ്രതിഫലനമായി മാറാനുള്ള സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണാം. ഒപ്പം ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.